തലപ്പാടിയിൽ നിന്നും അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ദാരുണമായ സംഭവമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അവിടെ 6 പേരുടെ മരണം സംഭവിച്ചു എന്നുള്ളത്. അതിൽ ഈ ബസ്സിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന പ്രാഥമിക വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? ഈ സർവീസ് റോഡിലൂടെ വരേണ്ട ബസ് എങ്ങനെയാണ് ദേശീയപാതയിലേക്ക് കയറിയത്? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? പ്രജന ഇന്ന് 1:15 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കൃത്യസമയം പറഞ്ഞാൽ 1:11 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന കർണാടക RTCയുടെ ബസ്സാണ്. ഈ കർണാടക RTC ബസ്സുകളൊക്കെ തന്നെ ഇപ്പോൾ ഈ ദേശീയപാത 66 നവീകരിച്ചതോടുകൂടി ദേശീയപാതയിലൂടെയാണ് വരുന്നത്. പൊതുവെ ബസ് സർവീസൊക്കെ വേണ്ടത് സർവീസ് റോഡിലൂടെയാണ്. പക്ഷേ നിയമലംഘനം അവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ഓട്ടോറിക്ഷ, അതായത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന 6 പേരാണ് മരണപ്പെട്ടത്. അവരുടെ പേര് വിവരങ്ങൾ ഇങ്ങനെയാണ്. കൊട്ടേക്കർ സ്വദേശി ഹൈദർ ഓട്ടോ ഡ്രൈവറാണ്. BC റോഡ് സ്വദേശിയായ അവമ്മ, കൊട്ടേക്കർ സ്വദേശിയായ ഖദീജ, കൊട്ടേക്കർ സ്വദേശിയായ 11 വയസ്സുകാരി ഹസ്ന, കൊട്ടേക്കർ സ്വദേശിയായ നഫീസ, കൊട്ടേക്കർ സ്വദേശിയായ 19 വയസ്സുകാരി ഐഷ ഫിദ എന്നിവരാണ് മരിച്ചത്. അവരൊക്കെ തന്നെ ഈ ഓട്ടോറിക്ഷയിലുള്ള ആളുകളാണ്. അതായത് ഈ തലപ്പാടി ചെക്ക് പോസ്റ്റിന് തൊട്ടപ്പുറത്താണ് BC റോഡുള്ളത്. ആ BC റോഡിലെ ആളുകളാണ് ഇവർ ഇങ്ങോട്ട് ബന്ധുവീട്ടിലേക്ക് വന്നെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരുക്കേറ്റ് 2 പേര് ലക്ഷ്മി, സുരേന്ദ്രൻ എന്നിവരാണ്. അവർ കാസർഗോഡ് പെരുമ്പള സ്വദേശികളാണ്. അവരുടെ ഈ മറ്റ് വാഹനം ബസ് കാത്തു നിൽക്കുന്ന ആളുകളായിരുന്നു. ഇവിടെ ഈ പ്രദേശം എന്ന് പറയുന്നത് NH66 ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതായത് NH66 ഭാഗം തന്നെയാണ്. ഈ ബസ് ദേശീയപാതയിലൂടെ അതിവേഗതയിൽ എത്തുന്നു. അതിനുശേഷം ഒരു ഇറക്കമാണ്. ആ ഇറക്കത്തിൽ ബസ്സിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടുന്ന ഡ്രൈവർക്ക് മനസ്സിലായതോടുകൂടി ഈ ബസ് U-ടേൺ എടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാവുന്നത്. അങ്ങനെ U-ടേൺ എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ ബസ് നിയന്ത്രണം വിട്ട് ആ ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അതിനുശേഷമാണ് ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ബസ് പുറകോട്ട് വരികയും പുറകോട്ട് ഒരു ഇറക്കമാണ്. അതിന് താഴെ ഒരു ഓട്ടോ സ്റ്റാൻഡാണ്. ആ ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോയിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്യുന്നത്. അതാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, നിയമലംഘനം നടന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന് കാരണമെന്ന് പറയുന്നത് ഈ കർണാടക RTC ബസ്സിലെ ഡ്രൈവർമാർ എല്ലാവരും തന്നെ, മിക്കവാറും ഡ്രൈവർമാരൊക്കെ ഈ ഹാൻഡ്സും കൂളും പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് വാഹനം ഓടിക്കുന്നത് എന്ന പരാതി വ്യാപകമാണ്. ഈ ബസ്സിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഉൾപ്പെടെ ഈ ഹാൻഡ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു പാക്കറ്റ് ഹാൻഡ്സ് ഡ്രൈവിംഗ് സീറ്റിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട്. അവർ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വാഹനം ഓടിക്കുന്നത് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു വ്യക്തത, ആ തെളിവ് ഉൾപ്പെടെ നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, കാസർഗോഡ് SP നേരത്തെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ ഘട്ടത്തിൽ പറഞ്ഞത് എന്താണ് നിയമലംഘനം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കും, എന്താണ് നടപടി എന്നുള്ളത് ഉണ്ടാവും. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ ഡ്രൈവറും കണ്ടക്ടറും കസ്റ്റഡിയിലുണ്ട്. കർശനമായ നടപടിയെടുക്കും. പ്രത്യേകിച്ച് ഈ ഹാൻഡ്സ് പോലുള്ള ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് SP പറഞ്ഞിട്ടുണ്ട്. NA നെല്ലിക്കുന്ന് MLAയും AK അഷ്റഫ് MLAയും ഇവിടെ എത്തിയിരുന്നു. അവരും പറഞ്ഞത് നിയമലംഘനം നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ കർണാടക RTC ബസ്സുകളൊക്കെ തന്നെ ഫിറ്റ്നസ് കഴിഞ്ഞ ബസ്സുകളാണ്. ഇപ്പോൾ ഈ അപകടം ഉണ്ടാക്കിയ ബസ് അത് കാലപ്പഴക്കമുണ്ട്, അതിൻ്റെ ടയറൊക്കെ തേഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കർണാടക RTC ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിയമലംഘനം ഇനി അനുവദിക്കാൻ പാടില്ല. ആ നിയമലംഘനത്തിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോഴുണ്ടായി ഈ അപകടം, 6 പേരുടെ മരണം. പ്രജീൻ, അതിദാരുണമായ സംഭവമാണ് തലപ്പാടിയിൽ ഉണ്ടായത്. കർണാടക കേരള ബോർഡർ കൂടിയാണ് ആ ഭാഗം മേഖല. അവിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അന്വേഷണം ഉണ്ടാകും എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും അറിയിപ്പായി ലഭിച്ചിരിക്കുന്നത്. അരുൺ പാറയ്ക്കലാണ് തലപ്പാടിയിൽ വിശദാംശങ്ങളുമായി ചേർന്നത്.